ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന ഒരു പലഹാരമാണിത്. തനി നാടൻ, എന്താ പറയണ്ടേ, ഇത്രയും ടേസ്റ്റുള്ള, ഇത്രയും ഗുണമുള്ള, ഇത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പലഹാരം വേറെ ഉണ്ടോയെന്നും സംശയമുണ്ട്. അതേപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊരു രുചിയാണെന്നറിയാം. ഉണ്ടാക്കി അന്നത്തേനേക്കാളും ടേസ്റ്റാണ് പിറ്റേ ദിവസം ഇത് കഴിക്കുമ്പോൾ. അപ്പം ഇതെന്താണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ നാട്ടിലാണ്. അപ്പം നാട്ടിൽ വന്നപ്പം എനിക്ക് കുറച്ച് നല്ല തെരളിയില കിട്ടി, വയനയില, നമ്മുടെ ബിരിയാണിക്കകത്തൊക്കെ ഇടുന്ന ബേ ലീഫില്ലേ, അത് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒരു തെരളി ഉണ്ടാക്കി കാണിക്കാവുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഈ കപ്പിന് 3 കപ്പ് അരിപ്പൊടി, അത് അപ്പത്തിൻ്റെ പൊടിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. നാട്ടിലായതുകൊണ്ട് ആവശ്യം പോലെ തേങ്ങ, പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര. ഇത് ഞാൻ ഉരുക്കി വെച്ചേക്കുന്നതാണ്. ഉരുക്കി ഒഴിക്കാം, അല്ലാതെ ചിരണ്ടി, മണ്ണില്ലാത്തതാണെങ്കിൽ നമുക്ക് ചിരണ്ടി പൊടിയുള്ളതും എടുത്തിടാൻ പറ്റും. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് പഴമാണ്. ചെറുപഴം, പാളയംകോടൻ പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പഴം കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഉള്ളത് പച്ചച്ചിങ്ങൻ പഴമാണ്. പിന്നെ കുറച്ച് നെയ്യ്, മസ്റ്റായിട്ട് ചേർക്കേണ്ടത് ഏലക്ക, ചുക്ക്, ജീരകം. അത് ഞാൻ ചേർക്കുന്നില്ല, കാരണം ഇവിടെ അത് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. അതായത് തേങ്ങ, അരിപ്പൊടി, പഴം, ശർക്കര, നെയ്യ്, ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. മാവെല്ലാം ഞാൻ മിക്സ് ചെയ്ത്, അരിപ്പൊടി, തേങ്ങ, ശർക്കര, പഴം, നെയ്യ്, ചുക്കും ഏലക്കായും ജീരകപ്പൊടി ഇടാൻ ആരും മറക്കണ്ട, എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്തത്. അപ്പം കണ്ട ഈ പരുവത്തിൽ കണ്ട, ഇതാണ് മാവിൻ്റെ പരുവം. ഇതിനെ ഇനി ഞാൻ എങ്ങനെ വയനയിലക്കകത്ത് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം ഇല കഴുകി വൃത്തിയാക്കി എടുക്കുക. ഈ ഇലയുടെ മണം കേട്ടാൽ തന്നെ നമുക്ക് കൊതി വരും. ഇങ്ങനെ വെക്കുക, കുറച്ച് എന്താ ഇവിടുന്ന് മടക്കണം. മടക്കിയിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ വെക്കും. ഇലയുടെ വലിപ്പം അനുസരിച്ച് മാവ് വെക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടിങ്ങ് മടക്കിയിട്ട് ഈ തണ്ട് ഇങ്ങോട്ടിങ്ങ് കുത്തിയിറക്കണം. കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാം ഇലയ്ക്കകത്ത് വെച്ചിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി വെച്ച് പുഴുങ്ങണം. അപ്പോൾ ഇതുപോലെല്ലാം ഞാൻ വെച്ചിട്ട് ആവി വെച്ച് പുഴുങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ എല്ലാം ഇലയ്ക്കകത്ത് മടക്കി, വലിയ ഇലയിലെല്ലാം 2 സൈഡിലും വെച്ചു, ചെറിയ ഇലയിലെല്ലാം ഓരോ കഷ്ണവും വെച്ചു. എല്ലാം ഇഡലി പാത്രത്തിനകത്ത് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വേവും. ഇപ്പം തന്നെ കണ്ട് ആവി വരുമ്പോൾ തന്നെ ആ വയനയിലയുടെ മണം, അയ്യോ എന്തോ മണമാണെന്നറിയാം. കാരണം ഫ്രഷായിട്ട് നമുക്ക് പറിച്ചെടുത്ത ഇലയല്ലേ. എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പോഴേ അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവതി സേവ നടത്തുമ്പോഴാണ് നമുക്ക് ഈ തെരളി കിട്ടാറുള്ളത്. അപ്പോൾ അതിലും രുചിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല പഴവും തേങ്ങായും ഒക്കെ നല്ലപോലെ ഇട്ടങ്ങോട്ട് ഞെരടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി തെരളി നമുക്ക് ഉണ്ടാക്കാനൊക്കും. അപ്പം ഞാനിതിപ്പോൾ ഇതെല്ലാം ഇവിടെ ഇപ്പം നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല ആ വയനയിലയുടെ മണം ഇങ്ങനെ മൂക്കിലോട്ട് നമ്മൾ ഇങ്ങനെ കൊതിപ്പിക്കുന്ന മണമാണ് വരുന്നത്. അപ്പം ഞാനിനി ഇത് അടച്ച് വെക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വരുന്നുണ്ട്. അപ്പം നമ്മുടെ തെരളിയെല്ലാം വെന്തു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. തുറക്കുമ്പോൾ തന്നെ എന്തൊരു മണമാണ് വരുന്നതെന്നറിയാം. വേണ്ട, അയ്യാ, നമുക്ക് ചൂടോടെ നമുക്കിത് പാത്രത്തിനകത്തോട്ട് ആക്കി വയ്ക്കാം. ഞാൻ 2 എണ്ണമായിട്ട്, വലിയ ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഒരിലയിൽ തന്നെ 2 എണ്ണം വയ്ക്കാം. കണ്ട, ഭയങ്കര ചൂടാണ്. ഇങ്ങനെയാണ് നമ്മൾ തെരളി ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഗുണമാണ് ഇത് കൊടുക്കുന്നത്. ഇലയുടെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാതാണ്, ബേ ലീഫിൻ്റെ ഗുണങ്ങളെല്ലാം. അപ്പം ഇതും ദോഷങ്ങളുള്ളതൊന്നുമല്ല. ശർക്കര, തേങ്ങ, പഴം, അരിപ്പൊടി ഇതൊക്കെയുള്ളൂ. അപ്പം നാട്ടിലായതുകൊണ്ട് ഞാൻ നല്ല ലാവിഷായിട്ട് തേങ്ങയും പഴവും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കണ്ടാ, ഭയങ്കര ടേസ്റ്റും. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്ര മണമാണ്, നമ്മളെ കൊതിപ്പിക്കുന്ന മണമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം.